വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാത്തതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ചതറയം റേഞ്ച് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അമരക്കുനിയിലുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകരാണ് അവിടെ പ്രതിഷേധം നടത്തിയത്. കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് അവിടെ ഇത്തരത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള സംഘർഷം അവിടെ ഉണ്ടായത്. 5 ദിവസമാണ് പിന്നിടുന്നത്. ഈ ദൗത്യത്തിന് പ്രത്യേക സംഘത്തെ ഇറക്കി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമൊക്കെ തന്നെ തിരച്ചിൽ 3 സംഘങ്ങളായി തിരിഞ്ഞ് നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലം കാണുന്നില്ല. ഓരോ ദിവസവും പുലരുമ്പോൾ അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ഓമന മൃഗങ്ങളെ നഷ്ടമാകുന്നു. അത് അവരിലേക്കും എത്തുമോ, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്കും എത്തുമോ, ജീവൻ അപഹരിക്കപ്പെടുമോ എന്നൊക്കെയുള്ള വലിയ ആശങ്ക അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇംതിയാസ് ഇപ്പോൾ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഇംതിയാസ്, സംഘർഷം അവസാനിച്ചോ? ഇപ്പോഴെന്താ സ്ഥിതി അവിടെ? രാജീവ്, കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയ പുൽപ്പള്ളിയിലെ ചെതലയം റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ പ്രതിഷേധം തുടങ്ങുന്ന സമയത്ത് തന്നെ പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ ഉദ്ഘാടന പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇന്ന് മയക്കുവെടി വെച്ചുകൊണ്ട് കടുവയെ പിടികൂടുക എന്ന ദൗത്യം തുടങ്ങിയിട്ട് 6 ദിവസം കഴിയുകയാണ്. എന്നിട്ടും കടുവയെ പിടികൂടാത്തതിൽ ഭയത്തോടെ കഴിയുന്ന ഈ ജനങ്ങൾ വളരെ പ്രതിഷേധത്തിലാണ്. എത്രയും പെട്ടെന്ന് പിടികൂടുക എന്ന് തന്നെയാണ് ഈ പ്രതിഷേധക്കാരുടെ ഒരു പ്രധാന ആവശ്യമായി പറയുന്നത്. രാജീവ്, ഇതിലിപ്പോൾ ഇന്ന് ഈ 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പോലും കടുവയെ പിടികൂടാനാകുമെന്നൊരു പ്രതീക്ഷ വനപാലക സംഘം മുന്നോട്ട് വെച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് ഏറ്റവും അവസാനമായി കടുവ കടിച്ചു കൊന്ന തൂപ്രയിലെ ഭാഗത്ത് പുതിയൊരു കൂട് റീഅറേഞ്ച്മെന്റ് ചെയ്തൊരു പുതിയ കൂടും സ്ഥാപിച്ചിരുന്നു. കടിച്ചു കൊന്ന ആടിനെ തന്നെ ഇരയാക്കി വനപാലക സംഘം രാത്രി കാത്തിരുന്നിട്ടും ഈ കടുവയെ പിടികൂടാനായില്ല. അതിൽ ഇവർ പ്രധാനമായിട്ടും പറയുന്നത് ഈ റഡാർ സംവിധാനത്തിൽ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യമില്ല. ഡ്രോൺ അടക്കം വെച്ച് പരിശോധിച്ചിട്ടും കടുവയുടെ സാന്നിധ്യം ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ സഞ്ചാരപഥം മാറി അത് മറ്റെവിടേക്കെങ്കിലും മാറിയിട്ടുണ്ടോ എന്നൊരു സംശയം വനപാലകർ പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ അതിർത്തി പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ കർണാടക അതിർത്തി ബന്ദിപ്പൂർ മേഖലയിലേക്കൊക്കെ തന്നെ പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കാണേണ്ടതാണ്. അപ്പോൾ കടുവയുടെ സാന്നിധ്യം ഏറ്റവും ഒടുവിലായും ഈ റഡാർ പരിശോധനയിൽ കാണുന്നില്ല എങ്കിൽ ഇനിയുള്ള മണിക്കൂറുകൾ എന്താണ് അവരുടെ പ്ലാനിങ്? ആ ഒരു സാധ്യത ഒരിക്കലും തന്നെ വനപാലകർ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് 13 വയസ്സുള്ള പ്രായമായ ഒരു ആൺകടുവയാണ്. അതിൻ്റെ കാലിനൊക്കെ ചെറിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് നേരത്തെ പരിശോധനയിൽ തന്നെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ വനം വകുപ്പ് വ്യക്തമാക്കിയതുമാണ്. അങ്ങനെയെങ്കിൽ ഈ നിലവിലെല്ലാം തന്നെ ഈ 5 ആടുകളെയും കടിച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ഭക്ഷിക്കാൻ ഈ കടുവക്കായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശന്നു വലഞ്ഞൊരു കടുവ എന്നാണ് ഇപ്പോഴും വനപാലകർ പറയുന്നത്. അങ്ങനെ വിശന്നു വലഞ്ഞൊരു കടുവക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാനോ കൂടുതൽ ദൂരം നടന്നു പോകാനോ ഒരു പക്ഷേ സാധിക്കണമെന്നില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ കടുവ ചത്തുപോയിട്ടുണ്ടാകുമോ എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കണ്ടെത്താനായാൽ മാത്രമേ അക്കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. ഇപ്പോൾ എന്തായാലും ഈ കടുവയുടെ സാന്നിധ്യം കാണാത്ത സാഹചര്യത്തിൽ പോലും ഈ നിലവിൽ അറേഞ്ച് ചെയ്തിരുന്ന 4 സ്ഥലങ്ങളിലെ കൂടും അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് പുതിയൊരു കൂട് സ്ഥാപിക്കുന്നുമുണ്ട്. ഇന്നും ഈ ദിവസവും രാത്രിയായാൽ പോലും പകലായാൽ പോലും കടുവയെ കണ്ടാലുടൻ മയക്കുവെടി വെച്ച് കടുവയെ വീഴ്ത്തിയിട്ട് അതിനെ പിടികൂടുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോഴും വനപാലകർ പങ്കുവെക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആ ദൗത്യം തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് 3 വാർഡുകളിൽ ഇപ്പോൾ ഇവിടെ നിരോധനാജ്ഞയുണ്ട്. പുൽപ്പള്ളിയിലെ 3 വാർഡുകളിൽ സമീപത്തെ തന്നെ സ്കൂളുകളിലേക്കെല്ലാം ഇന്നലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ എത്തിയപ്പോൾ അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് ആ വിദ്യാർത്ഥികളെല്ലാം തിരിച്ച് പറഞ്ഞയക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ ജനജീവിതം തന്നെ വലിയ രീതിയിൽ ഒരു ആശങ്കയിലേക്ക് മാറിയ സാഹചര്യം ഇവിടെയുണ്ട്. അത് കടുവയെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു അവസരത്തിൽ ആ ആശങ്ക കൂടുകയുമാണ് ചെയ്യുന്നത്. എന്തായാലും വനപാലക സംഘം തന്നെ ഈ കടുവയ്ക്ക് അവശനിലയാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സംശയിക്കുന്നത്. അങ്ങനെയെങ്കിൽ കടുവ ഇനി ചത്തുപോയിക്കാമോ? അതല്ല, കാരണം ഈ വനം വകുപ്പിന്റെ റഡാറിൽ എന്തായാലും കടുവ ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിലായി അവർക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചോളം അവരുടെ സ്വത്ത് അവരുടെ ഈ പറയുന്ന ഓമന മൃഗങ്ങൾ, അവരുടെ തന്നെ ജീവൻ തുടങ്ങിയതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇതെല്ലാം പ്രശ്നമാണ്. അവരുടെ ജീവൻ മരണ പ്രശ്നമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ത് വിധേനയും ഇത്തരത്തിലുള്ള റിസ്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രശ്നം.